ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഫാമിലി ആയിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഒരു 2 ഡേയ്സിൻ്റെ ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാൻ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോ ആയിട്ട് ഇടാം. രാത്രിയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ 7:30 ആ സമയത്തായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലത്തേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല നല്ല പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഊട്ടിയിൽ എത്തുന്ന മുന്നേ തന്നെ നമുക്ക് കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യൂ പോയിന്റ്സും ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ഇവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപ സംതിങ് ആണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കണം. ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ അടിപൊളി വ്യൂ ആണ്, നല്ല തണുപ്പുമാണ്. കൈയൊക്കെ മരവിച്ച അവസ്ഥയായിരുന്നു. നല്ല തണുപ്പാണ് അവിടെ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ ആനയുടെ ബോർഡും കാര്യങ്ങളും എനിമൽസിന്റെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും കണ്ടില്ല. കുറച്ച് കുരങ്ങുകളെ കണ്ടുവരുന്നു, പിന്നെ കാട്ടുപോത്ത്, അങ്ങനത്തെ കുറച്ച് എനിമൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഊട്ടിയിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേസിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള നാട്, നല്ല ഗ്രാമീണമായ നാട് എന്നൊക്കെ പറയുന്ന പോലെ നല്ല രസമുണ്ട്. മലയും നിരയും കുന്നും കാടും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഊട്ടിയിലെത്തി പിന്നെ നല്ലൊരു റൂമൊക്കെ എടുത്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അടുത്ത പ്ലേസിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പായ്ക്കര വാട്ടർഫോൾസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇവിടെ ഒരു 1.5 കിലോമീറ്റർ താഴോട്ട് പോകണം. അതിനായിട്ട് നമുക്ക് വണ്ടി ഉണ്ടാവും. വേണ്ടവർക്ക് വണ്ടി എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാൻ ചെയ്യും. അപ്പം ഈ ഒരു വണ്ടി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് 40 or 80 സംതിങ് റുപ്പീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതും എടുത്ത് ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 50 രൂപ എന്തോ ആയിരുന്നു ഇതിനകത്ത് കയറാനുള്ള ടിക്കറ്റ്, വണ്ടിക്ക് വേറെ ടിക്കറ്റ്, അങ്ങനെയാണ്. ഇവിടെയും നല്ല അടിപൊളി വ്യൂ ആണ്. ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ വെയിലുണ്ട്. തണുപ്പുണ്ടെങ്കിൽ കൂടി നമുക്ക് വെയിലുണ്ടായിരുന്നു, അതുകൊണ്ടുള്ള ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പ്രശ്നമില്ല, നമുക്ക് നല്ല കാറ്റ് കിട്ടും. ഇതായിരുന്നു ഇവിടുത്തെ വ്യൂ വന്നിട്ട്. നല്ല നദിയാണോ പുഴയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ നോർമലി ഇതിനേക്കാൾ വെള്ളം ഉണ്ടാവുന്ന പറയുന്നത്. ഇപ്പൊ ഇത്തിരി വെള്ളം കുറവായിരുന്നു, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി മുകളിലോട്ട് തന്നെ കയറിപ്പോ. അപ്പോൾ നമുക്ക് വണ്ടി വരും. അപ്പോൾ നമ്മൾ വേറെ ടിക്കറ്റ് എടുത്ത് പിന്നെയും വണ്ടിയിൽ കയറണം. നടക്കുന്നവർക്ക് നടക്കാട്ടോ. വെയിലായിട്ട് ഞാൻ നടന്നില്ല. പിന്നെ നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ ക്ഷീണം മാറ്റാൻ കുടിക്കാൻ തേങ്ങ, മാങ്ങ, ചക്ക, അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. നമുക്കതൊക്കെ വേണമെങ്കിൽ വാങ്ങി കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങി കഴിക്കേണ്ട എന്ത് വേണം ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് സ്ഥലം പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് വഴി തെറ്റും, അല്ലെങ്കിൽ വെറുതെ കിടന്ന് കറങ്ങിയിട്ട് നമുക്ക് കാണേണ്ട സ്ഥലത്തൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ സിസ്റ്ററിന് കറക്റ്റ് പ്രോപ്പർ പ്ലാനിങ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലേസ്, അല്ലെങ്കിൽ ഈ വഴിയാണ്, ഈ പോകുന്ന വഴി തന്നെയാണ് ഈ പ്ലേസ് ഉള്ളത് കറക്റ്റ് അവൾക്ക് അറിയായിരുന്നു. നല്ല ഐഡിയയും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വഴി തെറ്റുമോ അല്ലെങ്കിൽ വെറുതെ എക്സ്ട്രാ ടൈം വേസ്റ്റ് ആവുക അതൊന്നും ചെയ്തില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലായിരുന്നു. അവിടെയും ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ്, അങ്ങനെ എന്തുവാണ്. ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾക്ക് 500 രൂപ ആയിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. അതായത് നമ്മൾ ഇവിടെയൊക്കെ ഫുൾ ഫ്ലവേഴ്സും ഒരു ഗാർഡൻ ആണ്, അടിപൊളി തന്നെയാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. ക്യാമറമാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുത്തരും. വിത്തിൻ 2 minutes നമുക്ക് ഫോട്ടോ കിട്ടും. 100 റുപ്പീസ് എന്തോ ആണ്. ഞങ്ങൾ കുറച്ചധികം ഫോട്ടോസ് ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയും കാണാൻ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ഗാർഡനിൽ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസിനാണെങ്കിൽ നൈസായിട്ടൊന്ന് വീണു. പിന്നെ നമ്മൾ നടന്ന് ക്ഷീണം മാറ്റാനായിട്ട് കടല, പോപ്കോൺ, മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും നമുക്ക് കഴിക്കാനായിട്ട്. പുറത്തിറങ്ങിയാൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളും പിന്നെ സ്ട്രീറ്റിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്ലേസിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നോക്കി ഫുള്ളായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുക, നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്ന പോലെ അവിടെ പെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും കാണാനായിട്ട് വന്നേക്കുണ്ട്. അവിടെയാണ് പിന്നെ മഞ്ഞ് പോലെ ഫുള്ളായിട്ട് മൂടി നിൽക്കുവാണ്. പിന്നെ ഇതാണ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി. ഇതിൻ്റെ അകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം. എനിക്ക് എത്ര ഓർമ്മയില്ലേ കറക്റ്റ്. നമ്മൾ 5 പേരാണ്, 5 പേർക്ക് ടിക്കറ്റ് എടുത്തു. പറഞ്ഞിട്ട് ചോക്ലേറ്റ് ഫാക്ടറി എനിക്ക് വലിയ എയിമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ചോക്ലേറ്റ് ഉണ്ടാവും.
പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത അനുസരിച്ചിട്ട് നമ്മൾ എത്ര പേർക്കാണ് എടുത്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചോക്ലേറ്റ് കിട്ടും. ഞാൻ വൈറ്റ് ചോക്ലേറ്റാണ് ചോദിച്ചത്, പക്ഷെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടീ ഫാക്ടറി പോയിട്ടുണ്ടായിരുന്നു. അവിടെയും നമ്മൾ സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇതൊക്കെ ഒരേ ബിൽഡിങ്ങിലാണെങ്കിൽ നമ്മൾ വേറെ വേറെ ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ പോകുന്നത് ചായപ്പൊടിയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നല്ലൊരു ചായ കിട്ടും. സൂപ്പർ ചായയാണ്. നല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റിൽ ചായ കുടിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ചായയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ കോഫി പൗഡർ, ടീ പൗഡർ, പിന്നെ വെറൈറ്റി ഷേപ്പിലും ടേസ്റ്റിലൊക്കെ ഉള്ള ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ കുപ്പിയിലിരിക്കുന്ന വൈനാണെന്ന് തോന്നുന്നു. ഞാൻ എന്താണെന്ന് ചോദിച്ചത്, അത് സിറപ്പാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ ഇവിടെ വാങ്ങാനായിട്ട്. പിന്നെ ആ സെയിം ബിൽഡിങ്ങിൽ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് വാങ്ങാനായിട്ട്. ഷോപ്പുകൾ, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും വലിയ ഷോപ്പുകളും അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇങ്ങനെ ഓരോ ഫ്ലോർ ഇറങ്ങുമ്പോൾ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. ഗേൾസിൻ്റെ ആക്സസറീസും പിന്നെ കിഡ്സിന് കളിക്കാനുള്ള ടോയ്സ്, കാര്യങ്ങൾ, ഡ്രസ്സസിൻ്റെ ഷോപ്പുകൾ, അങ്ങനെ ഒത്തിരി ഉണ്ട്. കണ്ടില്ല, കുറേ വാച്ചുകൾ, ഇയറിങ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു കേട്ടോ. ഓൾറെഡി തണുപ്പാണ്, അത് കുഴപ്പമില്ലെന്ന് വിചാരിച്ച് പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പിന്നെ ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. അടുത്ത വീടുകളും ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോവാണ്. അപ്പോൾ സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.